അയ്യോ അമ്മേ, അമ്മ എന്തായി കാണിക്കുന്നത്? ഇല്ല, നീയൊക്കെ എനിക്ക് ഭ്രാന്തിനുള്ള ചികിത്സയല്ലേ നടത്തുന്നേ. അത് അവസാനിക്കണമെങ്കിൽ ഞാൻ എന്റെ പ്രിയങ്ക മോളെ കൊണ്ടുവന്ന് നിന്റെയൊക്കെ മുമ്പിൽ നിർത്തണം. അവൾ എവിടെയുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കും. പറയുന്നത് അനുസരിച്ചോളൂ. നിന്റെ കഷായം ചികിത്സയൊക്കെ സുകുമാരിയുടെ അടുത്തൊന്നും വേണ്ട. സുകുമാരിക്ക് ഇപ്പോഴും നേർബുദ്ധിയുണ്ട്. അതുകൊണ്ടാ ഞാൻ പറയുന്നത്. എന്റെ പ്രിയങ്ക മോൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അവളെ കണ്ടതാ. ഞാൻ അവളെ കൊണ്ടുവരും. പിടിച്ചു കെട്ടുക, പിടിച്ചോട്ട് അവരെ പിടിച്ചോട്ടു. കൈ പിടിക്കുക. സുകുമാരി അമ്മ, എന്നെ വിട്, എന്നെ വിട് അമ്മ. അടങ്ങും, എന്നെ വിടാനാ പറഞ്ഞത്. ദേവാ, നീ വിട്, എന്റെ കൈ വിട്. എടാ, നീ ചെയ്യുന്നതിനൊക്കെ ഒരു നാൾ നീ പശ്ചാത്തപിക്കും. അമ്മേ, മരിക്കാത്ത മകൾക്ക് വേണ്ടിയാ നീ കർമ്മം ചെയ്യുന്നേ. അതോർത്തൊരിക്കൽ നീ വേദനിക്കും. അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. അമ്മ ഇങ്ങോട്ട് വന്നേ. ഇനി വിട്ടുവീഴ്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇനിയും അതിക്രമം കാണിച്ച കെട്ടിപ്പൂട്ടി ഇടേണ്ടി വരും. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ സുകുമാരി അമ്മ? ആ പാവപ്പെട്ട രാധിക മോളെ ദ്രോഹിച്ചതിന്റെ കൂലിയായി കിട്ടുന്നേ. അയ്യോ, നാളെ വെളുപ്പിന് ധാര ആരംഭിക്കണം. അങ്ങനെ മണിയറ ഒരുക്കം പൂർത്തിയായി. അല്ല കൽപ്പനെ, വരുൺ സാധാരണ AC ഇട്ടല്ലേ കിടക്കുന്നേ. അപ്പൊ പിന്നെ ഫാൻ ഓണാക്കിയില്ലെങ്കിലോ? AC ഓണാക്കിക്കോട്ടെ, അതിനിപ്പോ എന്താ കുഴപ്പം? നമ്മുടെ വരുണല്ലേ. പക്ഷേ കുറച്ച് കഴിയുമ്പോ ഈ മുറിയിലെ ACയുടെ കണക്ഷൻ മാത്രം കട്ടാവും. അതെങ്ങനെ? അതെങ്ങനെയാ ചെയ്യണ്ടേന്ന് ഇലക്ട്രീഷ്യനോട് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വരുണിന് ചെറിയ ചെറിയ ഇലക്ട്രിക് പണി അറിയാമെങ്കിലും ഇന്ന് അത് ശരിയാക്കാൻ പാവം അവനെ കൊണ്ട് പറ്റില്ല. അപ്പൊ പിന്നെ ഈ ഫാൻ മാത്രമല്ലേ ഉള്ളൂ ശരണം. പാവങ്ങൾക്ക് ഈ ഫാൻ ഓൺ ചെയ്തല്ലേ പറ്റൂ. എന്റെ അനുജനെയും അനിയത്തെയും ദൈവം അനുഗ്രഹിക്കുന്ന പോലെ ഇതങ്ങ് പൊട്ടില്ലേ ചെറിയെന്ന്. പിന്നെ നടക്കാൻ പോകുന്നത് ഒരു പൂരമായിരിക്കും. സംശയമുണ്ടോ? പിന്നെ ചെറിയമേ, ഇനി കുറച്ച് ചകിരിയും സോപ്പും ചുണ്ണാമ്പും വെള്ളവും ഒക്കെ എടുത്തു വെച്ചോ. അതെന്തിനാ ചുണ്ണാമ്പ്? ഇങ്ങനെ എന്തെങ്കിലും പറ്റിയാ കുടുംബത്തില് വയസ്സായവര് പറയാ, ഒന്നെങ്കിൽ ചുണ്ണാമ്പ് തേക്കാൻ പറയും, അല്ലെങ്കിൽ മഞ്ഞൾ തേക്കാൻ പറയും. ഇവിടെ നമ്മുടെ മുത്തശ്ശി അതായിരിക്കും പറയുക. നേരത്തെ എടുത്തു വെച്ചാ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇപ്പോ നിങ്ങളാണ് ഞങ്ങളുടെ ദൈവം. എന്റെ പൊന്നോ, നിങ്ങളെങ്കിലും ഒന്ന് കൃത്യമായി പ്രവർത്തിക്കണേ.
ஹலோ ആ പറ. சொல்லுங்க. ആ ഞാൻ സേട്ടുന്റെ അടുത്താ. എന്തായാ പെൺകുട്ടിയുടെ കാര്യം? தலைவரே, அவளுக்கு இதுவரைக்கும் ஞாபகம் வரல. அதே மாதிரி தான் இருக்கு. സേട്ടുന്റെ കയ്യിൽ നിന്നും അവളെ കാണിച്ച് അഡ്വാൻസ് വാങ്ങിച്ചത് മറന്നിട്ടില്ലല്ലോ? இல்ல, 2-3 നാൾ കൊടുങ്ക, അതുക്കുള്ള എല്ലാം ശരിയായിടും. സേട്ടുവിനെ പറ്റിക്കാനാണ് ഭാവമെങ്കിൽ തന്ന അഡ്വാൻസ് തിരിച്ചു വാങ്ങിക്കും. സേട്ടു അത് മാത്രമല്ല ചെയ്യുക, സേട്ടുന്റെ ആൾക്കാരങ്ങോട്ട് എത്തും. പിന്നെ ഒറ്റൊരെണ്ണം ജീവനോടുണ്ടാവില്ല. മനസ്സിലായോ നിനക്ക്? മൂന്ന് ദിവസം, അതിനപ്പുറം സമയം തരാൻ പറ്റില്ലെന്നാ സേട്ടു പറയുന്നത്. അതിനുള്ളിൽ നല്ല കണ്ടീഷനിൽ ആ പെൺകുട്ടി സേട്ടുന്റെ മുമ്പിൽ എത്തിയില്ലെങ്കിൽ നീയും നിന്റെ സംഘവും തീർന്നു. മനസ്സിലായോ നിനക്ക്? சரிங்க, 2-3 നാൾ കൊടുങ്ക, അതുക്കുള്ള എല്ലാം ശരിയായിടും. മൂന്ന് ദിവസത്തിനുള്ളിൽ എത്തിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. അവരെങ്ങനെ വീഴ്ച വരുത്തുന്ന ആളൊന്നുമല്ല. சேட்டு தான் கூப்பிட்டது. இந்த பைத்தியத்தை எப்படிதான் கொண்டு போய் கொடுக்கிறது?